നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും പത്രവിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത, വനം വകുപ്പ് ഓഫീസിന് ആക്രമണം, PV അൻവർ അറസ്റ്റിൽ, പോലീസ് നടപടി രാത്രി, MLAയുടെ വീട് വളഞ്ഞ്. നിലമ്പൂർ വനം നോർത്ത് DFO ഓഫീസ് ആക്രമിച്ച കേസിൽ PV അൻവർ MLA അറസ്റ്റിൽ. ഞായറാഴ്ച രാത്രി 9:30 എടവണ്ണ ഒതായിയിലെ വീട് വളഞ്ഞാണ് MLAയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. PV അൻവർ MLA അറസ്റ്റ് ചെയ്യുന്ന ചിത്രം ഇടതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ കൂട്ടിൽ എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ തലക്കെട്ടാൻ നൽകിയിട്ടുള്ളത്. പിന്നിൽ പിണറായിയും ശശിയും PV അൻവർ. മുഖ്യമന്ത്രി പിണറായി വിജയനും P ശശിയുമാണ് ഈ അറസ്റ്റിന് പിന്നിൽ. 9 ദിവസത്തിനിടെ 6 പേരാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. ജനപ്രതിനിധിയായതുകൊണ്ടാണ് ഞാൻ നിയമത്തെ അനുസരിക്കുന്നത്. ഇല്ലെങ്കിൽ പിണറായിയുടെ അപ്പൻ്റെ അപ്പൻ വിചാരിച്ചാലും അറസ്റ്റ് ചെയ്യാനാവുമായിരുന്നില്ല. എൻ്റെ മണ്ഡലത്തിലെ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടാൽ ഞാൻ പ്രതികരിക്കണ്ടേ? ശനിയാഴ്ച വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത്. ഞായറാഴ്ച ഉച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം പോലും നടത്തിയില്ല. അത് ചോദ്യം ചെയ്യണ്ടേ എന്നുള്ളതാണ് അദ്ദേഹം വരുത്തുന്ന ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും വലത് ഭാഗത്ത് പ്രത്യേക ഒരു കോളത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെ മാതൃഭൂമിയിലുള്ളത്, അഭിമന്യു വധക്കേസ് നിരീക്ഷിക്കാൻ CPM 6ാം വർഷം വെളിപാട് എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് അഭിമന്യു വധക്കേസ് നടത്തിപ്പിൽ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി വീഴ്ച വരുത്തിയതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. വിചാരണ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് അഭിമന്യുവിൻ്റെ അമ്മ ഭൂപതി ഡിസംബറിൽ ഹൈക്കോടതിയെ സമീപിച്ചതോടെ പാർട്ടിയിൽ കേസിൻ്റെ മേൽനോട്ട ചുമതല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെ ഏൽപ്പിച്ചു. അഭിമന്യുവിൻ്റെ 1ാം ചരമവാർഷികത്തിൽ മകൻ്റെ ചിത്രം നോക്കി വിലപിക്കുന്ന അമ്മ ഭൂപതിയുടെ ചിത്രം അതിനോടൊപ്പം നൽകുന്നു. അമ്മ ഇറങ്ങി, പാർട്ടി അനങ്ങി എന്നുള്ളതാണ് തലക്കെട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കോളം കൂടി അതിലുണ്ട്. അതിൻ്റെ തലക്കെട്ടാണ് അമ്മ ഇറങ്ങി, പാർട്ടി അനങ്ങി. 6 വർഷമായിട്ടും വിചാരണ തുടങ്ങാത്തതിനാൽ അഭിമന്യുവിൻ്റെ അമ്മ പാർട്ടി നേതൃത്വത്തെ സമീപിച്ചിരുന്നു. തുടർന്ന് ഭൂപതിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കാൻ പാർട്ടി നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് അരുൺകുമാറിനെ CPM ചുമതലപ്പെടുത്തി. ജില്ലാ കമ്മിറ്റിക്കാണ് കേസ് നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്തം. പെരിയ കേസ് പോലെ CPM പ്രതിക്കൂട്ടിലായ കേസുകളിൽ നീതി നിർവഹണം വേഗത്തിലായെങ്കിലും രക്തസാക്ഷികളുടെ കേസിൽ നീതി വൈകുന്നുവെന്നാണ് പാർട്ടിക്കുള്ളിലെ ആരോപണം. ഇനി പോലീസ് ഉദ്യോഗസ്ഥനില്ല, പകരം സേനാംഗം എന്നൊരു പ്രത്യേക വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ജെൻഡർ ന്യൂട്രലാവാൻ ഉറച്ച കേരള പോലീസ്. ഇതിൻ്റെ ഭാഗമായി കേരള പോലീസിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിലെ പ്രതിജ്ഞാവാചകത്തിൽ മാറ്റം വരുത്തി. സേനയുടെ ഭാഗമായി പുറത്തേക്കിറങ്ങുന്നതിൻ്റെ മുന്നോടിയായുള്ള പരേഡിൽ ചൊല്ലുന്ന പ്രതിജ്ഞാവാചകത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന വാക്കിലാണ് മാറ്റം. പോലീസ് ഉദ്യോഗസ്ഥൻ എന്നത് പുരുഷനെ സൂചിപ്പിക്കുന്ന വാക്കാണെന്നും വനിതാ സേനാംഗങ്ങൾ ഇതേ പ്രതിജ്ഞ ചൊല്ലണമെന്നതുമാണ് വിവേചനമായി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്ന് സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു എന്നതിന് പകരം ഒരു പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്ന് മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, അതേസമയം കണ്ണൂരിൽ എന്ന തലക്കെട്ടോടുകൂടി അഭിമന്യു വധക്കേസിൻ്റെ ആ വാർത്തയോടൊപ്പം ചേർത്ത് വെച്ചിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ സ്വീകരിക്കാനെത്തിയ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P ജയരാജൻ ഫോണിൽ സംസാരിക്കുന്ന ഒരു ചിത്രത്തോടൊപ്പമാണ് വാർത്ത നൽകിയിട്ടുള്ളത്. തടവറ കാട്ടി പേടിപ്പിക്കാൻ വരേണ്ട എന്ന് P ജയരാജൻ. കമ്മ്യൂണിസ്റ്റുകാരെ തടവറയാട്ടി ആരും പേടിപ്പിക്കാൻ വരേണ്ട, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് CPMൻ്റെ ആഗ്രഹം. 2020 വെഞ്ഞാറമൂട്ടിൽ 2 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. CPM വിരുദ്ധ ജ്വരം ബാധിച്ച മാധ്യമങ്ങൾ അത് കാണുന്നില്ല. പെരിയ വധക്കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിക്കാനെത്തിയ P ജയരാജൻ പറഞ്ഞ വാക്കുകളാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കളിപ്പാട്ട വിപണിയിൽ മേഡ് ഇൻ ഇന്ത്യ എന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നു. ഇന്ത്യയിലെ കളിപ്പാട്ട വ്യവസായം കുതിക്കുന്നതായി കണക്കുകൾ. 2015 അപേക്ഷിച്ച് 2022-2023 ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി 239% വർദ്ധിക്കുകയും ഇറക്കുമതി 58% കുറയുകയും ചെയ്തു. സങ്കട ട്രാക്കിലാണ് ഈ കുട്ടികൾ എന്ന തലക്കെട്ടോടുകൂടി മാർബേസിൽ സ്കൂൾ ഗ്രൗണ്ടിലെ പൊട്ടിപ്പൊളിഞ്ഞ ജമ്പിംഗ് പിറ്റിനരികെ കണ്ടുമുട്ടുമ്പോൾ ആ കുട്ടികൾ നിരാശയിലായിരുന്നു. ഒളിമ്പിക്സ് മാതൃഭൂമിയിൽ നടത്തിയ സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ട്രോഫി വിവാദത്തെ തുടർന്ന് സർക്കാർ വിലക്കേർപ്പെടുത്തിയ കോതമംഗലം മാർബേസിൽ സ്കൂളിലെ കുട്ടികളെല്ലാം ഇപ്പോഴും പരിശീലനം തുടരുന്നുണ്ട്. ട്രോഫി വിവാദത്തെ തുടർന്ന് വിലക്കേർപ്പെടുത്തിയ കുട്ടികൾ ആശങ്കയിൽ എന്ന ഒരു പ്രത്യേക തലക്കെട്ടോടുകൂടി ആ വാർത്തയോടൊപ്പം നൽകുന്നുണ്ട്. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ തടവറ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറഞ്ഞു വെച്ചത് പെരിയ കൊലക്കേസ് പ്രതികളെ സന്ദർശിച്ച P ജയരാജൻ. തടവറ നിങ്ങൾക്ക് മണിയറയാകും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ചൈനയിലെ വൈറസ് ബാധ ആശങ്ക വേണ്ട എന്നൊരു പ്രത്യേക വാർത്ത ഇടതുഭാഗത്ത് ചെറുതായി നൽകിയിട്ടുണ്ട് മാതൃഭൂമി. അതോടൊപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട് ഒപ്പത്തിനൊപ്പം എന്നുള്ള വാർത്തയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 2ാം ദിനമായ ഞായറാഴ്ച 118 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 449 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ. തൊട്ടുപിന്നാലെ 448 പോയിന്റുമായി തൃശ്ശൂർ, 446 പോയിന്റുമായി കോഴിക്കോട് ഒപ്പത്തിനൊപ്പമുണ്ട്. 440 പോയിന്റുമായി പാലക്കാടാണ് 4ാം സ്ഥാനത്ത്.
തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടോടിനൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ BJ നന്ദന മാധ്യമത്തിലേക്ക് വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ അമർജിത്ത് ജീവിക്കും എന്ന തലക്കെട്ടോടുകൂടിയൊരു വാർത്ത. മഹാദുരന്തം വിതച്ച ദുഃഖത്തിനും ഭീതിക്കും അപ്പുറത്തേക്ക് അതിജീവനത്തിൻ്റെ കഥയാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ. 1924 കേരളം നേരിട്ട മഹാപ്രളയത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ട കൃത്യം 100 വർഷങ്ങൾക്കിപ്പുറം മനുഷ്യരടക്കം സകല ജീവജാലങ്ങളുടെയും ഉള്ളുപൊട്ടിച്ച വയനാട് ചൂലുമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട 8ാം ക്ലാസ്സുകാരൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അരങ്ങിലെത്തിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ എന്ന നാടക രൂപത്തിൽ അവതരിപ്പിച്ചാണ്. PV അൻവറുമായി ബന്ധപ്പെട്ട വാർത്ത. CFO ഓഫീസ് അടിച്ചു തകർത്തു, PV അൻവർ അറസ്റ്റിൽ എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകുന്നുണ്ട്. ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മെഡിക്കൽ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. ചാലക്ക ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ വനിതാ ഹോസ്റ്റലിന്റെ 7ാം നിലയിലെ കൈവരിയിൽ നിന്ന് വീണ് MBBS 2ാം വർഷ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ ഇരിക്കൂർ പെരുവള്ളത്തുപറമ്പ് മഞ്ഞപ്പാറ റോഡിൽ നൂൽമഹൽ വീട്ടിൽ അബ്ദുൾ മജീദ് റസീന ദമ്പതികളുടെ മകൾ ഫാത്തിമാമത്ത് ഷഹാനയാണ് മരിച്ചത്. വീണ്ടും കാട്ടാനാക്രമണം, ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്ത മാധ്യമത്തിൽ. കരുളായ ഉൾവനത്തിലെ നെടുങ്കയത്ത് കാട്ടാനാക്രമണത്തിൽ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട യുവാവ് കൊല്ലപ്പെട്ടു. ഉൾവനത്തിലെ മാഞ്ചേരി പൂച്ചപ്പാറ നഗറിലെ കരിയൻ്റെ മകൻ മണി ആണ് മരിച്ചത്. നിർമ്മിതബുദ്ധി എന്ന മാധ്യമത്തിൻ്റെ കാർട്ടൂൺ പരമ്പരയിൽ രാജൻ ജയിലെത്തി പെരിയ കേസ് പ്രതികൾക്ക് തൻ്റെ പുസ്തകം നൽകി. ബൂർഷ കോടതിയുടെ ശിക്ഷ ഞങ്ങൾ അംഗീകരിക്കില്ല, എൻ്റെ പുസ്തകവും ഉടനെത്തിക്കും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ ജയിലിലടച്ചു, കൊലക്കുറ്റവാളികൾക്ക് CPMൻ്റെ സ്വീകരണം എന്നുള്ള വാർത്തയാണ് ജന്മഭൂമി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. AVP സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട് വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൃത്തച്ചുവടുകളിൽ ജീവിതം തിരിച്ചുപിടിച്ച് എന്ന തലക്കെട്ടോടുകൂടി പറക്കമുറ്റാത്ത 3 കുട്ടികളെ ഉപേക്ഷിച്ച് അച്ഛനു പിന്നാലെ അമ്മയും പോകുമ്പോൾ വാവിട്ട് കരഞ്ഞ 7ാം ക്ലാസ്സുകാരന് ഇപ്പോൾ പ്രായം 17. ദുരിതങ്ങളെ അതിജീവിക്കാനും തല ഉയർത്തി നിൽക്കാനും നൃത്തത്തെ ചേർത്ത് പിടിച്ച തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് HSSലെ ഈ +2കാരൻ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലുണ്ട്. ഇന്നലെ ഭരതനാട്യത്തിൽ A ഗ്രേഡ് നേടി, നാളെ കുച്ചിപ്പുടിയുണ്ട്. അച്ഛൻ ഉപേക്ഷിക്കുമ്പോൾ അഖിലിന് 2 വയസ്സ്. അമ്മയും കൂടി ഉപേക്ഷിച്ചപ്പോൾ അഖിലിനും ചേച്ചി അഖിലയ്ക്കും അനുജത്തി ആതിരയ്ക്കും അമ്മുമ്മ സരസ്വതി മാത്രമായിരുന്നു ആശ്രയം. അമ്മുമ്മയ്ക്ക് വീട്ടുജോലിയിലെ വരുമാനം ഭക്ഷണത്തിന് പോലും തികയാതെ വന്നപ്പോൾ മൂവരും പ്രീമെട്രിക് സ്കൂളിലാക്കി. ചേച്ചിയുടെ കല്യാണം നടത്തി കൊടുത്ത ചിത്രമൊക്കെ അതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ വനവാസി യുവാവിന് ദാരുണാന്ത്യം എന്ന വാർത്തയ്ക്ക് ജന്മഭൂമിയും പ്രാധാന്യം നൽകുന്നു. ന്യൂഡൽഹിയിൽ അശോക് നഗർ മുതൽ സാഹിബാബാദ് വരെയുള്ള നമോ ഭാരത് മെട്രോ ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിനിലെ ജീവനക്കാരുമായി സംസാരിക്കുന്നു. അതിന് ചിത്രം നൽകിയിട്ടുണ്ട്. ലോകത്തിലെ 2ാമത്തെ മെട്രോ ശൃംഖല ഭാരതത്തിൻ്റെതാകുമെന്ന് മോദി പറഞ്ഞ വാക്കുകൾക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി. ദേശാഭിമാനിക്കുന്ന 2 പ്രധാനപ്പെട്ട പേജുകൾ. ആദ്യ പേജിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പ്രാധാന്യമേറെ നൽകുന്നു. ആറാടുകയാണ് എന്ന തലക്കെട്ടോടുകൂടി ദേശാഭിമാനിയുടെ വളരെ പ്രധാനപ്പെട്ട ആദ്യ പേജ്. ഉൾപേജിലേക്ക് വരുമ്പോൾ അമ്പലിക്കലെറിഞ്ഞ് പ്രകാശ് ടാക്കീസ് എന്ന തലക്കെട്ടോടുകൂടി ഹയർ സെക്കൻഡറി നാടക മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ പേരളശ്ശേരി AKG സ്മാരക ഗവൺമെൻറ് HSS ടീം നടൻ ജഗദീഷ് കുമാറിന് പിറന്നാൾ ആശംസ നേരാൻ പേയാട്ടെ വീട്ടിലെത്തിയപ്പോൾ ഉള്ള ചിത്രം അതിൽ കൊടുക്കുന്നു. പ്രകാശ് ടാക്കീസ് എന്ന നാടകമായിരുന്നു. ആ നാടകത്തിൽ അഭിനയിച്ച കുട്ടികളായിരുന്നു. അവരുടെ നാടകത്തിലെ ഒരു ചിത്രവും അതിനോടൊപ്പം നൽകുന്നുണ്ട്. കോൺഗ്രസിൽ അടിമൂത്തു, നേതാവാരെ എന്ന തലക്കെട്ടോട്. നേതാവാരെന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ പോരുമുറുകി. സാമുദായിക നേതാക്കളുടെ പിന്തുണ ഉറപ്പിച്ച് മുൻനിര നായകനാകാനുള്ള രമേശ് ചെന്നിത്തലയുടെ ഓട്ടത്തിന് കടിഞ്ഞാനിടാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും പിന്നാലെ കൂടുതൽ പേർ രംഗത്തിറങ്ങി. UDFിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ചെന്നിത്തലയ്ക്ക് പച്ചക്കൊടി കാണിച്ചതോടെയാണ് ഇതിനെതിരെ അണിയറ നീക്കം സജീവമായത്. കാട്ടാനാക്രമണം, ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകും ദേശാഭിമാനി. P ഷൺമുഖം CPM തമിഴ്നാട് സെക്രട്ടറി എന്ന വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ വലിയ പ്രാധാന്യം നൽകുന്നു. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ PV അൻവർ അറസ്റ്റിൽ എന്ന തലക്കെട്ടോടുള്ള വാർത്തയ്ക്ക് ആദ്യ പേജിൽ തന്നെ ഇടം നൽകുന്നുണ്ട് മലയാള മനോരമ. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ഹോസ്റ്റലിൻ്റെ 7ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് മരണമടഞ്ഞ വാർത്ത ചിത്രങ്ങളോടുകൂടി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട് മലയാള മനോരമ. സംസ്ഥാന സ്കൂൾ കലോത്സവം 3 കുട്ടികൾ 3 യാത്ര. വലിയ വേദി, പക്ഷേ അതിലും വലുത് മറ്റൊന്നായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം 3 കുട്ടികൾ 3 യാത്ര എന്ന പ്രത്യേക സ്റ്റോറി ഉൾപേജിൽ നൽകിയിട്ടുണ്ട് മലയാള മനോരമ. കുഞ്ചുക്കുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ പെരിയ കേസ് പ്രതികൾ ജയിലിൽ തൻ്റെ പുസ്തകം വായിച്ച പ്രബുദ്ധരാകുമെന്ന് P ജയരാജൻ. പരിപ്പുവട ചേർത്ത ആത്മകഥ നേരത്തെ ഇറക്കേണ്ടതായിരുന്നു എന്നുള്ള തലക്കെട്ട് ആ കാർട്ടൂൺ നൽകിയിരിക്കുന്നു. മദ്യലഹരിയിൽ പോലീസുകാരൻ്റെ അതിക്രമണം, ഭിക്ഷ ചോദിച്ച് വീട്ടിലെത്തിയ സ്ത്രീയെ മർദ്ദിച്ച് കവർച്ച. ക്രൂരത. 82 വയസ്സുള്ള സ്ത്രീയോട് പോലീസുകാരനും സുഹൃത്തും അറസ്റ്റിലായ പോലീസുകാരനായ M ലാലു സജീൻ
എന്നുള്ള ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ദീപികയിലേക്ക് വരുമ്പോൾ പെരിയാർ ഇരട്ട കൊലക്കേസിലെ പ്രതികളെ ജയിലിൽ സന്ദർശിച്ച് പി ജയരാജൻ. കണ്ണൂർ മോഡൽ തടവറ കാണിച്ച കമ്മ്യൂണിസ്റ്റുകാരെ വിരട്ടാനാകില്ല എന്ന് പി ജയരാജൻ എന്ന തലക്കെട്ടുകളോടുകൂടിയും ഒപ്പം ചിത്രങ്ങളോടുകൂടിയും പെരിയാർ ഇരട്ട കൊലക്കേസിലെ പ്രതികളെ ജയിലിൽ പി ജയരാജൻ സന്ദർശിച്ചുമായി ബന്ധപ്പെട്ട വാർത്ത ദീപിക വലിയ പ്രാധാന്യം നൽകുന്നു. കാട്ടാന ചവിട്ടിക്കൊന്ന യുവാവിൻ്റെ വാർത്തയ്ക്ക് ദീപിക പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. കരുളായി വനത്തിൽ കാട്ടാനാക്രമണം, ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് തലക്കെട്ട്. പി വി അൻവർ അറസ്റ്റിൽ എന്ന വാർത്തയ്ക്ക് താഴെ ഒരു കോളത്തിൽ ചെറിയൊരു പ്രാധാന്യം മാത്രമാണ് ദീപിക നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കടുത്ത നിലപാട്, മന്ത്രിമാറ്റ ആവശ്യത്തിൽ നിന്ന് പിന്മാറി NCP. AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുടെ നീക്കം പാളി. മന്ത്രിമാറ്റം ആവശ്യമായി NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ പലതവണ നേരിട്ട് രംഗത്തെത്തിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച കടുത്ത നിലപാടാണ് AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം പരാജയപ്പെടാനുള്ള കാരണം. രാജു നായർ മുഖ്യമന്ത്രി സ്ഥാനം ചർച്ച അനാവശ്യം. MM ഹസൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ചർച്ച മതി, 3ാം വട്ടവും ഞങ്ങളാണല്ലോ ഭരിക്കുക എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിൽ അഖിൻ ചിലങ്ക കെട്ടിയാടിയത് സഹോദരിമാരെ പോറ്റാനെന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകിയിട്ടുണ്ട്. ആ വാർത്ത നമ്മൾ കുറച്ചു മുമ്പ് വിശദീകരിച്ചിരുന്നു. അനുയായികൾ ഫോറസ്റ്റ് ഓഫീസ് തകർത്തു, അൻവർ ജയിലിൽ എന്ന വാർത്തയ്ക്ക് കേരള കൗമുദി പ്രാധാന്യമേറെ നൽകുന്ന ആദ്യ പേജിൽ തന്നെ AV റസൽ വീണ്ടും CPM കോട്ടയം ജില്ലാ സെക്രട്ടറി സുരേഷ് കുറുപ്പ് ഒഴിവായി എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ നൽകുന്നത്. നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ സാഹിബാബാദിൽ നിന്ന് ഡൽഹി അതിർത്തിയിലെ ന്യൂ അശോക് നഗർ വരെയുള്ള നമോ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടന യാത്രക്കിടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമ്മാനിച്ച ചിത്രങ്ങൾ നോക്കുന്ന ഒരു ചിത്രം കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ മന്ത്രിമാറ്റം, പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് മുഖ്യമന്ത്രിയെ അറിയിച്ചെന്ന് PC ചാക്കോ. പാർട്ടിയുടെ ചാക്കോ, മുഖ്യൻ്റെ വാക്കോ പ്രധാനം. എന്തായാലും ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. നാളത്തെ പത്രങ്ങളും വിശേഷങ്ങളുമൊക്കെ കാണാം, കണ്ടറിയാം. അതുവരെ നന്ദി, നമസ്കാരം.